ഹലോ എവ്രി വൺ, വെൽക്കം ടു UPSC ഫ്രീ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളിറ്റിയിലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിനെ തന്നെ നമ്മൾ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നോക്കുന്നത് പാർട്ട് 1 ആണ്. 1773 തൊട്ട് 1857 മുമ്പ് വരെയുള്ളൊരു ടൈം പീരീഡിലെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത്രയുമാണ് പാർട്ട് 1-നകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് ഏതാണ്ട് ഒരു 1600s ട്രേഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് ആദ്യമായിട്ട് ട്രേഡിംഗ് റൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രേഡിംഗ് റൈറ്റ് കിട്ടുന്നുണ്ട് ക്യൂൺ എലിസബത്ത് വണ്ണിൽ നിന്നും. അത് കഴിഞ്ഞ് 1765 ഒക്കെ ആകുന്ന സമയത്ത് അതിന് മുമ്പ് ട്രേഡിംഗ് റൈറ്റ് മാത്രമായിരുന്നുവെങ്കിൽ 1765 എത്തുമ്പോൾ കമ്പനിക്ക് ദീവാനി റൈറ്റ് കൂടെ കിട്ടുന്നുണ്ട്. അതായത് റവന്യൂ കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം കൂടെ കിട്ടുന്നുണ്ട്. 3 റീജിയൻസിൻ്റെതാണ്: ബംഗാൾ, ബീഹാർ, ഒറീസ. ഇനി 1857 ഇന്ത്യൻ ഹിസ്റ്ററിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സെപ്പോയ് മ്യൂട്ടിനി അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1857. 1857 റിവോൾട്ട് കഴിയുന്നതോടുകൂടി കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് ക്രൗൺ ഡയറക്ട്ലി വന്ന് ഡയറക്റ്റ് ഗവേണൻസിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി ബ്രിട്ടീഷ് ക്രൗൺ വരുന്നൊരു സമയമാണ് 1857 ശേഷം, അതായത് സെപ്പോയ് മ്യൂട്ടിനി അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1857 ശേഷം. പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ വേണം എന്നുള്ളൊരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് MN റോയ് ആണ്. അത് 1930s എത്തുന്നത്. പിന്നെ 1950 ജാനുവരി 26 ആവുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരും. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ചാപ്റ്ററിനെ പഠിക്കാനുള്ളത്. ഒന്ന് കമ്പനി റൂളാണ്. 1773 തൊട്ട് 1858 വരെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ റൂൾ ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 1857 ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നുണ്ട്. അതാണ് ദ റിവോൾട്ട് ഓഫ് 1857. ആ റിവോൾട്ട് കഴിയുന്നതോടുകൂടി ക്രൗൺ റൂള് ഗവേണൻസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ 1858 തൊട്ട് പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ 1974 വരെയും ഇവിടെ ഒരു ക്രൗൺ റൂളാണുള്ളത്. ഈ സെഷൻ 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1-ലാണ് നമ്മൾ കമ്പനി റൂളിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. 1773 തൊട്ട് 1858 വരെയുള്ള ഒരു കാലഘട്ടം. അപ്പൊ ആദ്യത്തേത് 1773 ഒരു റെഗുലേറ്റിംഗ് ആക്ട് വരുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അതാണ് റെഡ് കളേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. അവരാദ്യം ട്രേഡേഴ്സ് ആയിട്ട് വരുന്നു. ട്രേഡിംഗ് റൈറ്റ് ആയിരുന്നു ആദ്യം അവർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിയുമ്പോൾ അവർക്ക് ദീവാനി റൈറ്റ് കിട്ടുന്നു. റവന്യൂ കളക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ടോട് കൂടിയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പൊളിറ്റിക്കൽ ഫംഗ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതും ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ടാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഈ ഒരു ആക്ട് ആണ് ഇന്ത്യയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ തുടക്കം കുറിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലൊരു കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കമ്പനി മാത്രമല്ല, അതിനൊരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇന്ത്യയിൽ അങ്ങനെ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ ആരംഭം കുറിക്കുന്നു. അപ്പൊ ഇതിൽ 4 ഫീച്ചേഴ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതുവരെ നമ്മൾ ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു നെയിം മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നു. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വാറൻ ഹാസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 4 മെമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ മേജർ ചേഞ്ച് ആണ്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വാറൻ ഹാസ്റ്റിങ്സ് വരുന്നു. അപ്പോൾ ബോംബെ, മദ്രാസിലൊക്കെയുള്ള ഗവർണേഴ്സിന് എന്ത് സംഭവിച്ചു? ബോംബെയിലും മദ്രാസിലും ഒക്കെയുള്ള ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ സബോർഡിനേറ്റ് പൊസിഷനിലോട്ട് വരും. അതുകൂടാതെ ഒരു കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1774 ഈ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജസും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടോട് കൂടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മേലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കൺട്രോളിന്റെ ഭാഗമായിട്ട് കമ്പനിയിലെ സെർവൻസുകൾ പ്രൈവറ്റ് ട്രേഡ് നടത്താനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരിൽ നിന്നും ബ്രൈബ് വാങ്ങാനോ പാടില്ല. അതിനൊരു പ്രൊഹിബിഷൻ കൂടി ഈ 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഭാഗമായിട്ട് വരികയും അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മേലെ കൂടുതൽ കൺട്രോൾ കൊണ്ടുവരികയും ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. അപ്പം ഇതിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട്.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, ഓൾറെഡി തന്നെ കമ്പനിക്ക് ഒരു കൊമേഴ്ഷ്യലും പൊളിറ്റിക്കൽ ഫങ്ഷൻസും ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് നേരത്തെ ആക്ടിൽ തന്നെ. പക്ഷെ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ ഫങ്ഷൻ, എന്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് എന്ന് വ്യക്തമായിട്ട് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784-ലാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ആൾക്കാർ, അവരെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കാം. ഇനി പൊളിറ്റിക്കൽ ഫങ്ഷൻസ് കൂടി ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പുതിയ ബോഡി വരുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസിന് വേണ്ടി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും പൊളിറ്റിക്കൽ ഫങ്ഷൻസിന് വേണ്ടി ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഡബിൾ ഗവൺമെന്റ് ആണ്. ഇതോടുകൂടി ഒരു സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784-ന്റെ ഭാഗമായിട്ടാണ്. ഈ ബോർഡ് ഓഫ് കൺട്രോളാണ് ഇവിടെയുള്ള ബ്രിട്ടീഷ് പൊസഷൻസ്, എന്തൊക്കെയാണോ ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ളത് അതിന്റെ സിവിൽ, മിലിറ്ററി, റവന്യൂ ആസ്പെക്റ്റുകളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് ബോർഡ് ഓഫ് കൺട്രോളാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫംഗ്ഷൻ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഈ ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കമ്പനിയിലെ ടെറിട്ടറീസുകളെല്ലാം ഇന്ത്യയിലെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ച് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പൊസഷൻസ് ആണ് എന്നുള്ളത്. പിന്നെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷ് ഒരു സുപ്രീം കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫംഗ്ഷൻ, എന്താണ് ബോർഡ് ഓഫ് കൺട്രോൾ, ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഒരു സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് ആക്ടിലാണ് ആദ്യമായിട്ട് ഇവിടെയുള്ള പൊസഷൻസുകളെല്ലാം തന്നെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറയാൻ തുടങ്ങിയത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784-ന്റെ ഭാഗമായിട്ടാണ്. ഇനി വരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. വീണ്ടും കുറച്ചും കൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിന്മേൽ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. അതോടുകൂടി ഇനിയുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ബാൻ ചെയ്തു. പക്ഷെ കുറച്ച് എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ടീയിൽ അവർക്ക് ട്രേഡ് നടത്താം, മാത്രമല്ല ചൈനയുമായിട്ടുള്ള ട്രേഡും നടത്താം. ബാക്കിയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. ഇനി വീണ്ടും ഒരു 20 years കഴിയുമ്പോൾ അടുത്ത ആക്ട് വരുന്നുണ്ട്, ചാർട്ടർ ആക്ട് ഓഫ് 1833. അപ്പോൾ നമുക്കറിയാം സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ആക്ടിലാണ് 1773-ലാണ് സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് പല പല ഘട്ടങ്ങളിലായിട്ട് ഇവരുടെ കൺട്രോൾ കൂടി വന്ന് 1833 എന്ന് പറയുന്നതാണ് സെൻട്രലൈസേഷന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം ബംഗാൾ എന്നുള്ളത് മാറി ഇനി ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെൻഡിക് ആണ്. ആക്ട് ആദ്യമായിട്ട് നമ്മുടെ ഗവൺമെന്റിന് ഇവിടെയുള്ള മൊത്തം ടെറിട്ടോറിയൽ ഏരിയയിൽ മേലും ഒരു അധികാരം ഉണ്ട് എന്നുള്ളത് ഈ ആക്ടിന്റെ ഭാഗമായിട്ട് പറയുന്നു. ഓൾറെഡി തന്നെ ബോംബെ, മദ്രാസ് ഗവർണേഴ്സ് സബോർഡിനേറ്റ് പൊസിഷനിലാണ് ഇരുന്നത്. ഈ ആക്ട് വരുന്നതോടുകൂടി അവർക്ക് മൊത്തത്തിലെ ലെജിസ്ലേറ്റീവ് പവർ നഷ്ടപ്പെടുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് എൻറ്റയർ ബ്രിട്ടീഷ് ഇന്ത്യയിലെയും ലെജിസ്ലേറ്റീവ് പവർ, ഭരണനിർവഹണം നടത്തുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്, നിയമനിർമ്മാണം നടത്തുന്നത്. ഇതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരത്തെ തന്നെ 1813 ആക്ടിന്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ അവസാനിച്ച് ചൈനയുമായിട്ട് ഉള്ള ടീ ട്രേഡും മാത്രമാണ് ഉണ്ടായിരുന്നത്. ബട്ട് 1833 ആക്ട് എത്തുന്നതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് അവസാനിക്കുകയും ഇനി ഇവരൊരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമായിട്ട് ഫങ്ഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ആക്ടിന്റെ ഭാഗമായിട്ട് സിവിൽ സർവീസുകളിൽ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു നെഗേഷൻ കാരണം അത് നടന്നില്ല. അപ്പൊ ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു? വില്യം ബെൻഡിക് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് മൊത്തത്തിൽ അവസാനിക്കുന്ന ആക്ട് 1833 ആണ്. സെൻട്രലൈസേഷന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പ് വരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833-യുടെ പാർട്ടായിട്ടാണ്. ഇനി 1853-ലെ ചാർട്ടർ ആക്ട് വരുമ്പോൾ ആദ്യമായിട്ട് ഗവർണർ ജനറൽ കൗൺസിലിന് 2 ഫങ്ഷൻസ് ഉണ്ടെന്ന് തീരുമാനിക്കുന്നു. ഒന്ന് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ, നിയമനിർമ്മാണവും വേണം, അടുത്ത എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. അതുകൂടാതെ 6 പുതിയ മെമ്പേഴ്സിനെ ലെജിസ്ലേറ്റീവ് കൗൺസിലേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഗവർണർ ജനറലിന്റെ കൗൺസിലിനെ നമ്മൾ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ അതിനെ ഒരു മിനി പാർലമെന്റ് എന്ന്
വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷനായിട്ട് കണക്കാക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853യുടെ പാർട്ടായിട്ടാണ്. അപ്പോൾ നേരത്തെ ആക്ടിൽ തന്നെ സിവിൽ സർവീസിൽ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് സമ്മതിക്കാത്തത് കാരണം അത് നടന്നില്ല. പിന്നെ 1853 ആകുമ്പോഴാണ് ഓപ്പൺ കോമ്പറ്റീഷൻ സിവിൽ സർവീസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെക്കാളെ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. 1854ലേതാണ് മെക്കാളെ കമ്മിറ്റി. ഇനി കമ്പനി റൂളൊക്കെ ഇവിടെയും ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇതുവരെയും എത്ര കാലത്തേക്കാണ് ഇനി കമ്പനി റൂള് നടത്തുന്നു എന്നുള്ളത് പറയുന്നില്ല. അപ്പൊ എത്ര കാലത്തേക്കെന്ന് ഒരിടത്തും മെൻഷൻ ചെയ്യാത്തത് കാരണം എപ്പോൾ വേണമെങ്കിലും കമ്പനിയുടെ ഭരണം അവസാനിക്കാം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ 1853 ആക്ടിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതിനു മുമ്പുള്ള ആക്ടുകളിലൊക്കെ തന്നെ 20 ഇയേഴ്സ് വെച്ചിട്ടാണ് എക്സ്റ്റൻഷൻ പറയുന്നത്. ബട്ട് 1853 അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇനി ഇത്ര കാലം കൂടി കമ്പനി റൂൾക്ക് ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നില്ല. ദാറ്റ് മീൻസ് അറ്റ് എനി ടൈം കമ്പനി റൂള് അവസാനിക്കാം. ഇനി ഈ ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട് ആദ്യമായിട്ട് ഇവിടെയുള്ള ആൾക്കാർ തന്നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെന്റേഷൻ വരുന്നത് 1853 ആക്ടിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ 6 പുതിയ ലെജിസ്ലേറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ആ 6 എണ്ണത്തിന് 4 പേരെ അപ്പോയിന്റ് ചെയ്യുന്നത് മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര ഇവിടെയുള്ള ലോക്കൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ ഒരു ആക്ടിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതാണ്. ഗവർണർ ജനറലിന്റെ കൗൺസിലിന് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസും ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ സിവിൽ സർവീസിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് ലോക്കൽ റെപ്രസെന്റേഷൻ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ വരുന്നതും 1853 ആക്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അടുത്ത സെഷൻ വരുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ പാർട്ട് 2 ആണ്. 1857 ഒക്കെ ശേഷം എന്ത് സംഭവിച്ചു, 1947 വരെയുള്ള പീരീഡിൽ എന്തൊക്കെ ആക്ടുകളാണ് വന്നു എന്നുള്ളതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസും സജഷൻസും ഇടുക. എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ലിവിംഗ്.